നമസ്തേ. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജനറലൈസേഷനെ കുറിച്ചാണ്. എന്താണ് ജനറലൈസേഷൻ? നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന് അറിയാം, നമ്മൾ ഏത് സ്കില്ല് പഠിപ്പിച്ചാലും അത് ജനറലൈസേഷൻ സ്റ്റേജിൽ എത്തിച്ചാൽ മാത്രമേ ആ സ്കില്ല് പൂർണ്ണതയുണ്ടാവുകയുള്ളൂ. നമ്മൾ ഒരു കുട്ടിയെ ഒരു കളർ ഐഡൻറ്റിഫിക്കേഷൻ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആദ്യം സോർട്ടിങ് കൊടുക്കും, മാച്ചിങ് കൊടുക്കും, ഐഡൻറ്റിഫിക്കേഷൻ കൊടുക്കും, ജനറലൈസേഷൻ കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജനറലൈസേഷൻ സ്റ്റേജിൽ എത്തിയില്ല എങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പല പാരൻസിൽ നിന്നും കംപ്ലയിൻസ് ആയിട്ട് വരാറുള്ളൊരു കാര്യമാണ്, നാളുകളായിട്ട് കുട്ടികളെ ഇങ്ങനെ കളർ ഐഡൻറ്റിഫിക്കേഷൻ പഠിപ്പിക്കും. കുട്ടി മൾട്ടിപ്പിൾ ചോയ്സിൽ വരെ നമ്മൾ കൊടുക്കുന്ന ബുക്കിലും ഐഡൻറ്റിഫൈ ചെയ്യും, കൊടുക്കുന്ന മെറ്റീരിയൽസിലും ഐഡൻറ്റിഫൈ ചെയ്യും. പക്ഷേ നിത്യജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് കഴിയുന്നില്ല. ആ കഴിവില്ലായ്മ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയാൻ പറ്റാത്തതിൻ്റെ കാരണമാണ് ജനറലൈസേഷൻ സ്റ്റേജിൽ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ പറ്റുന്നൊരു പോരായ്മ. കാരണം ഒരു സ്കില്ല് നമ്മൾ ഇപ്പോൾ റൈറ്റിംഗ് ആണെങ്കിലും റീഡിംഗ് ആണെങ്കിലും ഐഡൻറ്റിഫിക്കേഷൻ ആണെങ്കിലും എന്താണെങ്കിലും പഠിപ്പിക്കുമ്പോൾ അത് കൺസിസ്റ്റൻ്റ് ആകണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സ്റ്റെപ്പിലൂടെ എല്ലാം കടന്നു വരേണ്ടതാണ്. നമ്മൾ എഴുതാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ നമ്മൾ റൈറ്റിങ്ങിൻ്റെ സ്റ്റെപ്പെല്ലാം ഫോളോ ചെയ്ത് ട്രേസിങ്, ജോയിൻ ഡോട്ട്സ്, കോപ്പിങ് ഇതെല്ലാം കൊടുക്കും. പക്ഷേ കോപ്പി ചെയ്ത് പോയാൽ മാത്രം കുട്ടിയത് പഠിക്കണം എന്നില്ല. നമ്മൾ പഠിപ്പിച്ച അക്ഷരം മറ്റക്ഷരങ്ങളുടെ കൂട്ടത്തിൽ നിന്നും കുട്ടി തിരിച്ചറിയാൻ പഠിക്കണം. പത്രത്തിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും ഇതെല്ലാം ആ കുട്ടി ആ ലെറ്ററിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം. നിത്യജീവിതത്തിൽ അവൻ നടന്നു പോകുന്ന വഴിയിൽ ഒരു കടയുടെ ബോർഡ് കണ്ടാലും ബസ്സിൻ്റെ ബോർഡ് കണ്ടാലും അതിൽ നിന്ന് നമ്മൾ പഠിപ്പിക്കുന്ന അക്ഷരത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിപ്പിക്കണം. ആ സ്റ്റേജിനെയാണ് നമ്മൾ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ബുക്കിലും ക്ലാസ് റൂമിലും ഒതുങ്ങിയതല്ലാതെ നിത്യജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നൊരു രീതിക്കാണ് നമ്മൾ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. കളർ കോൺസെപ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഒരുപാട് പാരൻസ് ഇതുപോലത്തെ കംപ്ലയിൻസുമായിട്ട് വന്നിട്ടുണ്ട്. കളർ കുട്ടി ക്ലാസ് റൂമിൽ പഠിക്കും, പക്ഷേ ഒരു ഡ്രസ്സിൽ പോലും അത് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പം നമ്മൾ ഒരു കളറാണ് പഠിപ്പിച്ചതെങ്കിലും നമ്മൾ അതിനെ നിത്യജീവിതത്തിലേക്ക് അവൻ സെലക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കിയാൽ മാത്രമേ നമ്മൾ അടുത്ത കളറ് സെലക്ട് ചെയ്യാൻ പാടുകയുള്ളൂ. ഒരു ഡ്രസ്സ് അവന് നമ്മൾ റെഡ് കളറാണ് പഠിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ ടീച്ചിങ് മെറ്റീരിയൽസ് ഒരേ രീതിയിലുള്ള ടീച്ചിങ് മെറ്റീരിയൽസും ഫോളോ ചെയ്യരുത്. ആദ്യം കുട്ടിക്ക് കളർ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ കളർ കാർഡ്സ് ഉപയോഗിച്ചാൽ അടുത്ത ആ ഒരു കുട്ടി പഠിച്ചു വരുന്നതിനനുസരിച്ച് നമ്മൾ മെറ്റീരിയൽസും ചേഞ്ച് ചെയ്യണം. അവിടെ ഒരു ചേഞ്ച് വന്നാൽ മാത്രമേ ആ ക്ലാസ് റൂമിന് വെളിയിലേക്കും അവൻ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയുള്ളൂ. നമ്മൾ പഠിപ്പിക്കുന്ന റൂമിന് വെളിയിലേക്ക് അടുത്ത ഒരാളുടെ റൂമിലേക്കാണെങ്കിൽ നമുക്കതുപോലെ ഇന്ന കളറിലെ നമ്മൾ റെഡ് കളറാണെങ്കിൽ റെഡ് കളറിലെ ഒരു ഒബ്ജക്റ്റ് പിക്ക് ചെയ്തെടുത്തുകൊണ്ട് അങ്ങനെ ഒരു ടാസ്ക് കൊടുക്കാം. പിന്നെ നമുക്ക് ആ സെൻറ്ററിന് വെളിയിലേക്ക് കൊടുക്കാം. അതായത് നമ്മളിപ്പോൾ റെഡാണ് പഠിപ്പിക്കുന്നത്, റെഡ് കളർ ഡ്രസ്സ് ഇട്ട ഒരു ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ റെഡ് കളർ ബോർഡുള്ള ഒരു കട ഏതാണെന്ന് ചോദിക്കാം. അങ്ങനെ നമ്മുടെ ആ ഒരു അടച്ചിട്ട മുറിയിൽ നിന്നും വെളിയിലേക്ക് നമ്മുടെ പഠനത്തെ എത്തിക്കുന്ന ഒരു സ്റ്റേജാണ് ശരിക്കും ജനറലൈസേഷൻ. ഇത് റൈറ്റിങ്ങിലും റീഡിങ്ങിലും മാത്രമല്ല, മാത്സിലും ഇതിനെ ഒരു പ്രധാന പ്രശ്നമായിട്ട് വരുന്നുണ്ട്. നമ്മൾ നമ്പർ കോൺസെപ്റ്റ് പഠിപ്പിക്കുമ്പോൾ നമ്പർ റൈറ്റിംഗ് നമ്മൾ ഓർഡറായി നമ്മൾ 1 to 9 അല്ലെങ്കിൽ 1 to 10 വരെ കുട്ടി ഓർഡറിൽ എഴുതുന്നു. ആ ഓർഡറിൽ എഴുതിയത് കൊണ്ട് മാത്രം ഒരു കുട്ടി ആ നമ്പർ പഠിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഓർഡർലെസ് ആയിട്ട് മിസ്സിങ് നമ്പേഴ്സ് കൊടുക്കണം, ഓർഡറാക്കി സോർട്ടിങ് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പം കോ-കരിക്കുലർ ആക്ടിവിറ്റീസിൽ നമ്പേഴ്സ് കയറ്റിയിട്ട് നമുക്ക് ഇപ്പം ഫ്ലവേഴ്സിൻ്റെ ഫ്രൂട്ട്സിനൊക്കെ നമ്പർ കൊടുത്തിട്ട് അത് ഓർഡർ ചെയ്യാൻ കൊടുക്കാം. അങ്ങനെ പല ആക്ടിവിറ്റീസും കൊടുത്തിട്ട് നമുക്കതിനെ കൺസിസ്റ്റൻസിയിലേക്ക് എത്തിക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ പറ്റുന്നൊരു കാര്യം 11 തൊട്ട് നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ കുട്ടിക്ക് കൺഫ്യൂഷൻ വരും. 1, 2, 3 അങ്ങനെ 9 വരെ ഐഡൻറ്റിഫൈ ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയാൽ മാത്രമേ നമുക്ക് ആഫ്റ്റർ 10 പഠിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് ജനറലൈസ് ചെയ്യാത്ത കുട്ടിയാണെങ്കിൽ 11 പറയുമ്പോൾ എന്ത് ചെയ്യും? 1, 1 പറയും. 12 പറയുമ്പോൾ എന്താണ്? 1, 2. അവനെ അതിനെ ലിങ്ക് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ എന്താണ് ഏത് ടീച്ചർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് മാത്രമല്ല ഏത് പ്രൊഫഷണൽസും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ചെറിയ കാര്യമാണ് പഠിപ്പിക്കുന്നതെങ്കിലും അതിനെ പൂർണ്ണതയിൽ എത്തിച്ച് ജനറലൈസേഷൻ, സാമാന്യവൽക്കരണം എന്ന് മലയാളത്തിൽ നമ്മൾ പറയും.
ആ ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ പാടുള്ളൂ. കാരണം നമുക്കറിയാം നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികൾ ഡിഫറെൻ്റ് ആണ്, അവർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ്. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു ടീച്ചിങ്ങും അതേ മെത്തേഡിൽ തന്നെ ആയിരിക്കണം. എന്താണോ പഠിപ്പിക്കുന്നത് അതിനെ പൂർണ്ണതയിൽ എത്തിച്ചതിന് ശേഷം മാത്രം അടുത്ത സ്കില്ല് സെലക്ട് ചെയ്യുക.